മിൽട്ടൺ ടു പ്രീ റൊമാൻറ്റിക് എന്നുള്ള നമ്മുടെ പേപ്പറിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 2 ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾ ടുഗദർ ബ്ലോക്ക് 3 3 യൂണിറ്റ് തന്നെയാണ് പഠിക്കാനുള്ളത്. സോ വി ഹാവ് റീച്ച്ഡ് യൂണിറ്റ് 2, ബ്ലോക്ക് 3 യൂണിറ്റ് 2, ദാറ്റ് ഇസ് പ്രോസ്. ഓക്കെ, സർ റോജർ അറ്റ് ഹോം എന്നുള്ള വർക്കാണ് നമ്മൾ പഠിക്കുന്നത്. അഗെയിൻസ്റ്റ് ജോസഫ് എഡിസന്റെ ആണ്. സോ എഡിസണും സ്റ്റീലും നമ്മൾ ഓൾറെഡി സ്പെക്ടേറ്റർ ക്ലബ് എന്നുള്ളതിന്റെ ഇതിൽ ഡിസ്കസ് ചെയ്തു. They are called as periodical writers, എഡിസണും അതുപോലെ തന്നെ സ്റ്റീലും. സോ ഇവിടെ വരുന്ന സമയത്ത് ജോസഫ് എഡിസൺ വാസ് ഓഫ് ദി ഗ്രേറ്റസ്റ്റ് എസ്സേസ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എസ്സേസ്റ്റ് ആണ് കേട്ടോ, പീരിയോഡിക്കൽസ് എഴുതുന്ന വ്യക്തികളാണ്. ഹി ഈസ് മെമ്മറബിൾ ഫോർ ഹിസ് കോൺട്രിബ്യൂഷൻ. ഹി ഈസ് നോൺ ആസ് എ കൺസ്യൂമേറ്റ് പെയിന്റർ ഓഫ് ലൈഫ് ആൻഡ് മാനേഴ്സ്. അവരുടെ വളരെ ഫേമസ് ആയിട്ടുള്ള 2 കോമൺ പീരിയോഡിക്കൽസ് ആണ് ടാറ്റ്ലറും സ്പെക്ടേറ്ററും കേട്ടോ. ദ എസ്സേ സർ റോജർ അറ്റ് ഹോം ഇസ് ടേക്കൺ ഫ്രം സ്പെക്ടേറ്റർ. സ്പെക്ടേറ്റർ എന്നുള്ള വർക്കിൽ നിന്ന് എടുത്തതാണ് സർ റോജർ അറ്റ് ഹോം. ദ എസ്സേ ഇസ് റിമാർക്കബിൾ ഫോർ ദ ഫൈൻ character portrayal of Sir Roger and Chaplain, and here Sir Roger is a central figure. അദ്ദേഹമാണ് central figure. He has been depicted as a country gentleman. ഒരു സാധാരണ ഒരു വില്ലേജിലെ ഒരു ജെന്റിൽമാൻ ക്യാരക്ടർ ആയിട്ടാണ് Sir Rogerനെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്, പോർട്രേ ചെയ്തിട്ടുള്ളത്. Here are the art of characterization is significant. It has enhanced the prestige of Joseph Addison. The subtle remarks about the English rural society bring additional interest to the essay. The ease and grace of Addison's style is consistently reflected in the essay. അപ്പം ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു സട്ടിലായിട്ടും നമ്മളുടെ കൺട്രി സൈഡ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് വില്ലേജ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള അതിന്റെ ഒരു ബ്യൂട്ടിയാണ് ഇവിടെ ആക്ച്വലി കാണിക്കുന്നത്. സോ ഇൻ ദിസ് എസ്സേ വി ഫൈൻഡ് സം ഗ്ലിംസ് ഓഫ് എ കൺട്രി ജെന്റിൽമാൻ നെയിംഡ് സർ റോജർ. ഹിയർ ഹിസ് പേഴ്സണാലിറ്റി ആൻഡ് ഹൗസ് ഹോൾഡ് അഫയേഴ്സ് ഹാവ് ബീൻ ഡിസ്ക്രൈബ്ഡ്. ഹി ഹാസ് ബീൻ presented as a very good man at heart. He treats even his servants with cordiality and love. In short, here Joseph Addison has presented Sir Roger as a living character who has a humanistic attitude. അപ്പോൾ ഈ ഒരു എസ്സേയിൽ ഒരു കൺട്രി ജെന്റിൽമാൻ ആയിട്ടുള്ള സർ റോജറിന്റെ ജീവിതം ഇവിടെ പറയുന്നു, അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്നു, അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് അഫയേഴ്സും ഇവിടെ എന്ത് ചെയ്യുന്നു, വീട്ടിലെ കാര്യങ്ങളും അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഹി ഹാസ് പ്രസന്റഡ് എ വെരി ഗുഡ് മാൻ അറ്റ് ഹാർട്ട്. അദ്ദേഹം സർ റോജർ എന്ന് പറയുന്നത് വളരെ നല്ലൊരു മനുഷ്യനാണ് ആസ് എ ഹാർട്ട് ആണ് എന്ന് പറയുന്നുണ്ട്. ഹി ട്രീറ്റ്സ് ഇവൻ ഹിസ് സെർവന്റ് കോർഡിയൽ ആൻഡ് ലവ്. അതായത് അവരുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്ന ജോലിക്കാരെ വളരെ സ്നേഹത്തോടും അനുകമ്പയോടും കൂടിയാണ് അദ്ദേഹം പരിഗണിച്ചിരുന്നത്. ഇൻ ഷോർട്ട്, ജോസഫ് അഡിസൺ സർ റോജറിനെ വളരെ ഹ്യൂമനിസ്റ്റിക് ആയിട്ടുള്ള മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായിട്ടാണ്, ഒരു ക്രിയേറ്റർ ആയിട്ടാണ്, ഒരു ക്യാരക്ടർ ആയിട്ടാണ് പറയുന്നത്. സർ റോജർ അറ്റ് ഹോം, ജോസഫ് അഡിസൺ സേസ് ദാറ്റ് സർ റോജർ വാസ് എ വെരി ഹോസ്പിറ്റബിൾ മാൻ. വീണ്ടും പറയാണ്, ആൾക്കാരെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര ഇതായിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഓൺ വൺ ഡേ ദ ഓദർ വെന്റ് ടു ഹിം. അങ്ങനെ ഓദർ എന്ന് പറയുന്നത് അഡിസൺ ആണ്. ഇവരുടെ അടുത്തേക്ക് റോജറിന്റെ വീട്ടിലേക്ക് പോരാണ്. സർ റോജർ a practical man gave him a warm welcome. അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വളരെ സ്വാഗതം ചെയ്തു. He gave the author the full liberty. ഫുൾ ഫ്രീഡം അദ്ദേഹത്തിന് കൊടുത്തു. ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഫ്രീഡം. ദ ഓദർ ഫൗണ്ട് ദാറ്റ് സർ റോജർ ഹാസ് എ ഗ്രേറ്റ് കെയർ ഓഫ് ഹിസ് സെർവൻസ്. അങ്ങനെ ഒരു ഭയങ്കര സ്നേഹം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര സെർവൻസിനോടൊക്കെ ഭയങ്കര സ്നേഹവും കെയറും ആയിരുന്നു പറയുന്നു. ഹി ഓൾവേസ് ടുക്ക് ഇൻട്രസ്റ്റ് ഇൻ ദെയർ വെൽഫെയർ. ഹിസ് സെർവൻസ് വർ ഓൾസോ വെരി ലോയൽ ടു ഹിം. ദേ ലവ്ഡ് ആൻഡ് റെസ്പെക്റ്റഡ് ഹിം മച്ച്. ദേ നെവർ തോട്ട് ഓഫ് ലീവിംഗ് ഹിം. ആസ് എ റിസൾട്ട് ദീസ് ഡൊമസ്റ്റിക് സെർവന്റ് ഗ്രൂ ഓൾഡ് വിത്ത് ഹിസ് മാസ്റ്റർ. അങ്ങനെ വളരെ ഇതായിരുന്നു, അങ്ങനെ ഭയങ്കര റെസ്പെക്ട് ആയിരുന്നു തിരിച്ചും സെർവൻസിന് ഇദ്ദേഹത്തോട്. അങ്ങനെ ദേ നെവർ തോട്ട് ഓഫ് ലീവിംഗ് ഹിം. ഒരിക്കൽ പോലും ഇദ്ദേഹത്തിന് ഈ ഒരു വ്യക്തിനെ ഉപേക്ഷിച്ചിട്ട് പോകണം എന്നുള്ളത് അവർ വിചാരിച്ചിട്ടില്ല. അങ്ങനെയാണ് അവർ കുറെ കാലമായിട്ട് ഈ മാസ്റ്ററുടെ കൂടെ ജോലി ചെയ്യുന്നത്. അഡിസൺ ഹാസ് ടേക്കൺ സ്പെഷ്യൽ പെയിൻസ് ടു ഡിസ്ക്രൈബ് ദ ക്വാളിറ്റീസ് ഓഫ് ചാപ്ലെയിൻ ആൻഡ് ഹി വാസ് ഓൾസോ ഇൻ ദ സർവീസ് ഓഫ് സർ റോജർ. ഹിസ് പേഴ്സണാലിറ്റി വാസ് വെരി അട്രാക്റ്റീവ്. ഹി ഓൾവേസ് ടോക്ക്ഡ് ഇൻ എ ഗ്രേസ്ഫുൾ മാനർ. വളരെ നല്ല സ്വഭാവത്തിലാണ്, ഗ്രേസോട് കൂടിയാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. ഡ്യൂറിംഗ് ഹിസ് ലോങ് സ്റ്റേ ഓഫ് 30 years, he never asked for any favors for himself. As a result, he was highly respected by Sir Roger. അങ്ങനെ റോജറിന്റെ കൂടെ ഒരുപാട് വർഷം താമസിച്ചപ്പോൾ ഒരിക്കൽ പോലും ഒരു ഇതിൽ അദ്ദേഹം ഒരു കാര്യം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. Thus the present essay in artistic essay, here the essayist has given blood and life to the character of Sir Roger. അപ്പം ഒരു വ്യക്തിനെ അത് ഏറ്റവും ഇതായിട്ട് നല്ലൊരു വ്യക്തി അല്ലെങ്കിൽ ഗുഡ് അറ്റ് ഹാർട്ട് എന്നൊക്കെ പറയുന്നത് അത്രയും ഇതായിട്ടാണ് പറയുന്നത്. He looks like a character of a novel. Okay, ഒരു നോവലിന്റെ ക്യാരക്ടർ ആണെന്ന് പറയുന്നു. No doubt this essay is full of ease and grace. വളരെ ഈസും ഗ്രേസോട് കൂടിയാണ്
ചെയ്യാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ടിപ്പിക്കൽ ഹ്യൂമർ ഓഫ് ദ എസ്സേയിസ്റ്റ്. ഒരു വ്യക്തിയുടെ, ഒരു റൈറ്ററിന്റെ ടിപ്പിക്കൽ ഹ്യൂമറിസം ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ജെന്യുവൽ കോൺവെർസേഷൻ, വേർഡ്സ് ആർ ആപ്റ്റ് ആൻഡ് സെന്റൻസസ് ആർ ഫ്രീ ഫ്രം obscurity. Thus this essay shows the genius of Addison as an essayist. Okay, അപ്പം അതാണ് അഡിസൺ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ആസ് എൻ എസ്സേയിസ്റ്റ് അഡിസന്റെ ഒരു ബ്യൂട്ടിഫിക്കേഷൻ ആണ് അവിടെ കാണുന്നതെന്നാണ് പറയുന്നത്. അടുത്തത് വർക്ക് ആണ് ദ ബാറ്റിൽ ഓഫ് ദ ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. ജൊനാഥൻ സ്വിഫ്റ്റിന്റെ ഒരു വർക്ക് ആണ്. ജൊനാഥൻ സ്വിഫ്റ്റിന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള റൈറ്റർ ആണ്. എന്താ പറയാ, ലില്ലിപുട്ട് പോലുള്ള സ്ഥലങ്ങളെ കുറിച്ചൊക്കെ എഴുതിയിട്ടുള്ള ഒരു പുസ്തകം ഉണ്ടല്ലോ, അതിന്റെ ഉപജ്ഞാതാവാണ് ജൊനാഥൻ സ്വിഫ്റ്റ് കേട്ടോ. സറ്റാരിക്കൽ റൈറ്റർ ആണ്. ബേസിക്കലി നമ്മൾ ഡ്രൈഡനെയും പോപ്പിനെയും ഒക്കെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ സറ്റയർ ആണ് അദ്ദേഹം കൂടുതലായിട്ടും എഴുതിയിട്ടുള്ളത്. The battle of books has become a term for the quarrel of ancients and moderns. Okay, അതായത് പഴമക്കാരും മോഡേൺസും, അതായത് പഴയ ആൾക്കാരും മോഡേൺസും തമ്മിലുള്ള, അതായത് വർക്ക്സ് ആണോ അല്ലെങ്കിൽ പീപ്പിൾ ആണോ എന്നുള്ളതല്ല, മറിച്ച് ആൻഷ്യൻ വേഴ്സസ് മോഡേൺ എന്നുള്ള ആ ഒരു ഇതിലാണ് ഈ ഒരു പുസ്തകം ബാറ്റിൽ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്ക്. ഇൻ ഫ്രാൻസ് അറ്റ് ദ എൻഡ് ഓഫ് 17th century a minor furor arose over the question whether contemporary writing had surpassed what was known by these in classic Greece and Rome. അതായത് ഇന്നുള്ള കണ്ടംപററി റൈറ്റിംഗ്സും ഓൾഡർ ക്ലാസിക്കൽ ഗ്രീക്ക് ആൻഡ് റോം വർക്ക്സും എന്തെങ്കിലും അതിലെ വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ അതിനെ ഫോർഫ്രണ്ട് ചെയ്യാൻ, ക്ലാസിക്കൽ വർക്കിനെ ഫോർഫ്രണ്ട് ചെയ്യാൻ ഇന്നത്തെ കണ്ടംപററി വർക്കിന് പറ്റിയിട്ടുണ്ടോ? അതാണ് ബാറ്റിൽ ഓഫ് ബുക്സ്, പുസ്തകങ്ങൾ തമ്മിലുള്ള ഒരു ഫൈറ്റ്, അതാണ് പറയുന്നത് കേട്ടോ. സോ ദ മോഡേൺസ് took the position that modern age of science and reason was superior to the superstitious and limited world of Greece and Rome എന്ന് പറയുന്നത്. അതായത് ഈ ഗ്രീസ് ആൻഡ് റോമിലുള്ള പഴയ ക്ലാസിക്കൽ വർക്കിനെ അല്ലെങ്കിൽ അതിലെ റൈറ്റേഴ്സിനെ ഓവർകം ചെയ്തു വരാൻ ഇവരെ കൊണ്ട് പറ്റിയിട്ടുണ്ടോ? ഇൻ ദിസ് ഒപ്പീനിയൻ മോഡേൺ മാൻ സോ ഫാർദർ ദാൻ ആൻഷ്യൻസ് എവർ കുഡ്. ദ ആൻഷ്യൻസ് ഫോർ their part argued that all that is necessary to be known was to be found in Virgil, Cicero, Homer, especially Aristotle. അപ്പോൾ പഴയ ക്ലാസിക്കൽ റൈറ്റേഴ്സിനെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. സോ അവരെ പോലെ വേറെ ആരും ഇല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. The literary context was reenacted in miniature in England when Sir William Temple published an answer to the Fontella entitled Of Ancient and Modern Learning in 1690. His essay introduced two metaphors to the debate that would be reused by the later authors. First, he proposed that modern man was just a dwarf standing upon the shoulder of giants എന്ന് പറയുന്നത്. അതായത് ആ ഒരു ലിറ്റററി കോണ്ടസ്റ്റിൽ എങ്ങനെയാണ് എന്നുള്ളത് പറയുന്നത്. അപ്പം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ആൻഷ്യന്റ് ആൻഡ് മോഡേൺ ലേണിംഗ് ഇൻ 1690 ആ ഒരു എസ്സേയിൽ രണ്ട് മെറ്റഫേഴ്സ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നീട് ഇത് ലേറ്റ് യൂസ് ചെയ്തത്. ഫസ്റ്റ് ഹി പ്രപ്പോസ് ദാറ്റ് മോഡേൺ മാൻ വാസ് ജസ്റ്റ് എ ഡോർഫ് സ്റ്റാൻഡിങ് അപ്പോൺ ദ ഷോൾഡേഴ്സ് ഓഫ് ജെയിൻസ് എന്ന് പറയുന്നത്. They possessed a clear view of nature and a modern man reflected their vision. These metaphors of the dwarf, giant and the reflecting emanative light would show up in Swift's satire and others. Temple essays and answered by the Richard Bentley, classicist, and William Wharton, the critic. The Temple's friends climbed, sometimes known as the Christ Church wits, reaffirming their association with Christ Church, Oxford, and the Guidance, and attacked the moderns and the debate in England and lasted only few years എന്ന് പറയുന്നത്. അപ്പം ഓരോ കാര്യത്തെ കുറിച്ച് പറയണം, അവരുടെ അവിടെ ഉപയോഗിച്ച സറ്റയറുകൾ, അതുപോലെ തന്നെ എന്താ പറയാ ഓരോ കാര്യങ്ങളും, അസോസിയേഷൻ, ചർച്ച്, ഓക്സ്ഫോർഡ്, അതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. വില്യം ടെമ്പിൾ ഒരു റിട്ടയർഡ് മിനിസ്റ്റർ ആയിരുന്നു ഇതിന്റെ ചാൾസ് സെക്കൻഡിന്റെ. അദ്ദേഹം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഓതേഴ്സിനെ കുറിച്ച്. ഈ ഒരു എന്താ പറയാ ബാറ്റിൽ ഓഫ് ബുക്സ് എന്ന് പറയുമ്പോൾ ടെമ്പിൾസ് എനിമീസ് ആൻഡ് ടെമ്പിൾസ് പ്രോക്സീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നോട്ടബിളി Jonathan was not among the participants, though he was working as a temple secretary. Therefore, it is likely that quarrel was more of a spur to Swift's imagination than a debate that he felt inclined to enter എന്ന് പറയുന്നത്. Jonathan Swift worked for William Temple during the time of controversy, and Swift's A Tale of Tub takes part in the debate. From its first publication, Swift added a short satire entitled The Battle of Book and The Tale of Tub. In this piece, there is an epic battle fought in library when various books came alive and attempt to settle the argument between moderns and ancients. അപ്പോൾ കുറേ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. ജോണത്തൻ സ്വിഫ്റ്റ് ഇങ്ങനെ ഫോറിൻ പ്ലേ ചെയ്തിങ്ങനെ പറയുകയാണ്. അതായത് ആൻഷ്യന്റ് ബുക്സിനെ കുറിച്ചും ക്ലാസിക്സിനെ കുറിച്ചും അത് അവിടെ നിന്ന് ഇങ്ങോട്ടും ഇതിലത് മാറ്റം പറയാം. അപ്പോൾ
ബാറ്റിൽ ഓഫ് ബുക്സ് എന്ന് പറയുന്ന സമയത്ത് നമുക്ക് അറിയാലോ, ഇവർക്കും കുറെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും, അവർക്കും കുറെ പ്രോസ് ആൻഡ് കോൺസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും എപ്പോഴും ഈ ഗ്രീക്ക് റോം റൈറ്റേഴ്സിനെയാണ് പലരും എപ്പോഴും എക്സാമ്പിൾ ആയിട്ടും ഇൻഫ്ലുവൻസ് ആയിട്ടും കൊണ്ടു നടക്കുന്നത്. ഹോമറിനെയും വേർജിലിനെയും പോലുള്ള റൈറ്റേഴ്സിനെയാണ് ഇപ്പോഴും കുറെ പേര് കൊണ്ടു നടക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് അവരിലേക്ക് ഇന്നും ഉണ്ട് എന്നുള്ളത് വളരെ വ്യത്യസ്തമാണ്. നേരെ മറിച്ച് കണ്ടംപററി റൈറ്റേഴ്സിനൊന്നും ആരും അങ്ങനെ ഇപ്പോഴും റെഫർ ചെയ്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുമില്ല. അപ്പൊ അതിവിടെ പറയുന്നുണ്ട്, ക്ലാസിക്കൽ ഓതേഴ്സ് ആൻഡ് മോഡേൺ, ദ ബാറ്റിൽ ഇസ് നോട്ട് ജസ്റ്റ് ബിറ്റ്വീൻ ക്ലാസിക്കൽ ഓതേഴ്സ് ആൻഡ് മോഡേൺ ഓതേഴ്സ് ബട്ട് ഓൾസോ ഹാവ് ബി ഓതേഴ്സ് ആൻഡ് ക്രിറ്റിക്സ് എന്ന് പറയുന്നു. ആ മോഡേൺ ഓതേഴ്സും ക്ലാസിക്കൽ ഓതേഴ്സും തമ്മിലുള്ള ഫൈറ്റ് മാത്രമല്ല, മറിച്ച് ക്രിറ്റിക്സും കൂടി ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പറയുന്നു. പ്രോസ് ഇസ് എ പാരഡി ഓഫ് ഹീറോയിക് പോയിട്രി അലോങ് ദ ലൈൻസ് ഓഫ് സാമുവൽ ബട്ട്ലേഴ്സ് പാരഡി ഓഫ് ബാറ്റിൽസ് ഇൻ ഹ്യൂബ്രിഡാസ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കിലുള്ള ലൈൻസിന്റെ പാരഡി പോലെ ഇവിടെ പറയുന്നുണ്ട്. സോ ദ അലിഗറി വാസ് ഓൾറെഡി സംവാട്ട് ഓൾഡ് ബിഫോർ സ്വിഫ്റ്റ് എംപ്ലോയ്ഡ് and it is a digression within battle proper. However, it is also illustrate the theme of whole work. The bee is like the ancients and like others. It gathers its materials from nature and sings in drawn song in fields. The spider is like the moderns and like critics. It kills the weak that spins its webs and from the taint of its own body digesting the viscera എന്നുള്ളതാണ് പറയുന്നത്. That is of the battle of books എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് ഇതാണ് നമ്മൾ പഠിച്ചത്. ഒന്ന് ആ ഫസ്റ്റത്തെ യൂണിറ്റ്, പ്രോസിലെ ഫസ്റ്റത്തെ യൂണിറ്റ്, രണ്ടാമത്തത് ദ ബാറ്റിൽ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഒന്ന് സർ റോജർ അറ്റ് ഹോം എന്നുള്ള വർക്കും രണ്ടാമത്തത് ദ ബാറ്റിൽ ഓഫ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുള്ള വർക്കും. ഇത് രണ്ടുമാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് 2 രണ്ട് പ്രോസ് ആണ് നമ്മൾ പഠിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള രണ്ട് പ്രോസ്, ഒന്ന് ജോസഫ് എഡിസണും ഒന്ന് വന്നിട്ട് വാസ് റിട്ടൺ ബൈ ജോണതൻ സ്വിഫ്റ്റ്. ഓക്കെ, അപ്പൊ നമുക്ക് യൂണിറ്റ് 3 കാണാം. ചിൽഡ്രൻ ടേക്ക് കെയർ, ബൈ.